ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ വ്യക്തിയുടെ കറന്റ് ഫീലിങ്സ്. ഓക്കെ അതായത് നല്ല രീതിക്ക് ഒരു സ്വപ്നക്കൂടാരം പോലെ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധം നിങ്ങൾ ഒരു ഇമാജിനറി വേൾഡ് പോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിങ്ങനെ ഉണ്ടാവും, എനിക്കിങ്ങനെ ഉണ്ടാവും, എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയിൽ കൂടി ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ തന്നെ ഒരു ഫിലിം ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ തന്നെ പലതും നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തും ശരീരത്തിൻ്റെ അകത്തും ക്രിയേറ്റ് ചെയ്ത് വെച്ചു. എനിക്ക് ഈ വ്യക്തിനെ കൊണ്ട് അങ്ങനെ ഹെൽപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് ഈ വ്യക്തി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇന്നതുപോലെ സന്തോഷങ്ങൾ ഉണ്ടാവും, സമാധാനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉണ്ടാവും. ചില ആളുകൾക്ക് ഇത് കുടുംബനാഥനോ കുടുംബനാഥയോ ഒക്കെയാണ്. അപ്പം എൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മാരേജിൽ എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ ഇമാജിനറി ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു ഇമാജിനറി വേൾഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു സ്വന്തമായിട്ട്. പക്ഷെ ഈ വ്യക്തി ചില സമയത്ത് നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ ട്രാക്ക് മാറി അങ്ങോട്ട് പോകാൻ തുടങ്ങി. നിങ്ങൾക്ക് ഒരു ചില സമയത്ത് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിലും ഇവരോടുള്ള സ്നേഹത്തിന്റെ കൂടുതലുകൊണ്ടോ ഇഷ്ടക്കൂടുതലുകൊണ്ടോ ആ ഒരു എന്താ പറയാ ഒരു കാര്യം അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും വേണ്ട, ഇയാളെന്നെ ചതിക്കില്ല, അല്ലെങ്കിൽ ഇയാളെന്നെ വിട്ടു പോയാലോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ കൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും അവരുടെ അടുത്തോട്ട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. ഇവര് ട്രാക്ക് മാറുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു ടെൻഷനായി, അയ്യോ ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ, എൻ്റെ എന്തെങ്കിലും പ്രവർത്തികൾ കൊണ്ടാണോ ഈ വ്യക്തി ഇങ്ങനെ പോകുന്നത്? കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിനെ വേണം, നിങ്ങൾക്ക് ഈ വ്യക്തിനെ കിട്ടിയേ പറ്റുള്ളൂ. ഈ വ്യക്തിയുടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സംസാരമെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നല്ല രീതിയിലൊരു സംസാരമെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഹാപ്പിയാണ്. കാരണം ആരെ സ്നേഹിച്ചതിനേക്കാളും കൂടുതൽ, ആരെ വിശ്വസിച്ചതിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ എന്താ പറയാ ഒരു പ്യുവറായിട്ട് നിങ്ങൾ ഒരു നിങ്ങളുടെ ഫുള്ളായിട്ടുള്ള ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു കാര്യം ഈ വ്യക്തിയുടെ അടുത്താണ് നിങ്ങൾ കൂടുതൽ കണ്ടേക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു കാര്യം. പക്ഷെ വേദനയോടുകൂടി ചില സമയത്ത് മനസ്സിലാക്കി, നിങ്ങൾ സ്നേഹിച്ചതിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന പോലെയുള്ള കാര്യങ്ങളല്ല ഇതിൻ്റെ അകത്ത് നടക്കുന്നതാണ്. കാരണം ഇതിൽ ഫുള്ളായിട്ട് ചില ആളുകൾ ഫുള്ളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുവാണ്, ചില ആളുകൾ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുവാണ്. ചില ആളുകൾ ഇപ്പോഴും ലവറാണോന്ന് ചോദിച്ചാൽ ലവറാണ്, ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു എത്തും പിടുത്തവും കിട്ടാത്ത രീതിയിൽ നിൽക്കുന്നു. ചില ആളുകൾ പൂർണ്ണമായിട്ടും ഒരു ഡൈവേഴ്സിൻ്റെ സിറ്റുവേഷനിലോ ബ്രേക്കപ്പിൻ്റെ സിറ്റുവേഷനിലോട്ടോ പോയി. കാരണം ഈ വ്യക്തിക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കായിരിക്കാം സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പല രീതിയിൽ പല വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടുള്ള വ്യക്തികൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള അഫെയർ കാര്യങ്ങൾ ഉണ്ടാകാം. കാരണം ചില കാര്യങ്ങളോട് ഒരു ഒബ്സഷൻ കൂടുതലാണ്, ഒരു അഭിനിവേശം, ഒരു അട്രാക്ഷൻ കാര്യങ്ങൾ കൂടുതൽ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്കാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം.
അങ്ങനെയുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ കാത്തിരിക്കുമെന്നും നിങ്ങൾ ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും ഇവരുമായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും എങ്ങനെയൊക്കെ എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞു വന്നു കഴിഞ്ഞാലും നിങ്ങളെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സൈഡിൽ കൂടി എങ്ങനെയൊക്കെ മടക്കി തിരിച്ച് അവരുടെ ഉള്ളംകൈയിലാക്കാനുള്ള വിദ്യയും ഇവർക്കറിയാം. നിങ്ങൾ എങ്ങനെ ഏതൊക്കെ രീതിയിൽ നിന്നാലും നിങ്ങൾ ചിലപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കുന്ന ആളായിരിക്കാം. പക്ഷെ എങ്ങനെ നിങ്ങൾ ഇവരെക്കാൾ എത്ര കഴിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇവരെക്കാൾ എത്ര പരിപാടികൾ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിലും ഇവരുടേതായിട്ടുള്ള ചില മാജിക് ആയിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള മാജിക് ആയിട്ടുള്ള പ്രസൻസ്, ഇവരുടെ പ്രസൻസ് ഒക്കെ നിങ്ങൾക്കൊരു മാജിക് പോലെയാണ്. അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ഒരു അട്രാക്ഷൻ, അറ്റാച്ച്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് ബെഗ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൊതിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈ വ്യക്തി നിങ്ങളോട് ചെയ്തതിൻ്റെ ഒരു അംശം പോലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ വ്യക്തിനോട് ചെയ്യില്ല. നിങ്ങൾ പറയും ചെയ്യും. പക്ഷെ ചില ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഈ വ്യക്തി ചെയ്തതിൻ്റെ അത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ വ്യക്തിനോട് ചെയ്തിട്ടില്ല. അതും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. നിങ്ങൾ അങ്ങനെ ഈ വ്യക്തി ചെയ്ത പോലെയുള്ള പരിപാടികൾ, നെഗറ്റീവായിട്ടുള്ള പരിപാടികളൊക്കെ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇല്ല. നിങ്ങളെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എവിടെയൊക്കെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം പറയും, പ്രവർത്തിക്കും, പല കാര്യങ്ങളിലും കൊണ്ടെത്തിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും എനിക്ക് ഈ വ്യക്തിയുടെ സ്നേഹം ഏതൊക്കെ രീതിയിലും മേടിക്കാൻ അറിയാം, എനിക്ക് വിശ്വസിപ്പിക്കാൻ അറിയാം, എൻ്റെ ട്രാക്കിലോട്ട് കൊണ്ടുവരുത്താൻ എനിക്കറിയാം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിൽ നിങ്ങളെ നോക്കിക്കാണുക. നിങ്ങൾ അകന്ന് നിൽക്കുവാണെങ്കിലും ഇപ്പം അടുത്തുണ്ടെങ്കിലും മെൻ്റലി അധികം അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിലും എന്താണെങ്കിലും അതാണ് അവരുടെ ഒരു വിജയം. നോക്കട്ടെ. ഓക്കെ, ഇത് അവരെന്ത് ചെയ്തു കഴിഞ്ഞാലേ നിങ്ങൾ നല്ല രീതിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഒരു കാര്യത്തിൽ എന്താ പറയാ, അതായത് ഇപ്പൊ അവരെന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. ചീത്ത കാര്യങ്ങൾക്കല്ല, ഇപ്പൊ നല്ല കാര്യങ്ങൾ, എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ, ഞാനത് പരിഗണിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ. കാരണം നിങ്ങൾക്ക് സ്നേഹം വേണമല്ലോ, നിങ്ങൾക്ക് അവരുടെ പ്രസൻസ് വേണമല്ലോ, നിങ്ങൾക്ക് ലൈഫ് ടൈം മുഴുവനും അവരുടെ കാര്യങ്ങൾ, അതായത് അവർ നിങ്ങളുടെ കൂടെ ലൈഫ് ടൈം മുഴുവനും വേണമെന്നുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ടായിട്ടുള്ള ഒരു കാര്യത്തിന് നിൽക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ക്ഷമിക്കും. പുതിയൊരു തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പുതിയൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ എത്ര ദേഷ്യം കാണിച്ചാലും വാശി കാണിച്ചാലും എന്ത് കാണിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അത്രയും ഇങ്ങനെ മരുഭൂമിയായിട്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 50 ഡിഗ്രി ചൂടൊക്കെ അനുഭവിക്കുന്ന ഒരു കുവൈറ്റിലുള്ള ഒരു വ്യക്തി, കുവൈറ്റ് എന്നാണ് വിട്ടു പോകുന്നത്, പെട്ടെന്ന് എന്താ പറയുക, ഒരു മഞ്ഞുകാലം അനുഭവിക്കുന്ന ഒരു സ്വിറ്റ്സർലൻഡിൽ പോയ അവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ നിങ്ങളുടെ ഈ വ്യക്തിക്ക് പറ്റും. വേറെ ആര് വിചാരിച്ചാലും, ഈ ലോകത്ത് ആര് വിചാരിച്ചാലും നിങ്ങളെ ആ ഒരു കാറ്റഗറിയിലോട്ട് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ സ്വഭാവത്തിന് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നിങ്ങൾ എന്താ പറയുക, ദേഷ്യത്തിലോ വൈരാഗ്യത്തിലോ ഒക്കെ നിന്ന് കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു നോർമലാക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മന്ദമാരുതനാകാൻ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ ഈ വ്യക്തിക്ക് കഴിയും.
അതെന്തുകൊണ്ടാണ് കഴിയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളും അവരെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട്, അവരുടെ വാക്കുകൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട്, അവർക്ക് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ട്, അവരുടെ പ്രസൻസ് എപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. പിന്നുള്ളൊരു പരിപാടി, ചില ആളുകൾ എനിക്കിത് വേണ്ടേ വേണ്ട, പോയത് പോയി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആളുകളും ഉണ്ട്. അതൊക്കെ ഇങ്ങനെ വാശിപ്പുറത്ത് നിൽക്കുന്നതൊക്കെയാണ്. ഒരു 10% എന്ന് വേണമെങ്കിൽ പറയാം. വാശിപ്പുറത്ത് നിൽക്കുന്നവരും അല്ലേ കിട്ടിയില്ലേ അത് ഞാൻ എൻ്റെ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നോക്കുന്നു, അവരവരുടെ രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ, ഞാൻ എൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ പോകുന്ന ആളുകളുമുണ്ട്. അത് ഒരു 10% ആളുകൾ മാത്രം. അല്ലാതെ ഈ ചെറിയ ചെറിയ വാശിപ്പുറത്തൊക്കെ നിൽക്കുന്നവരും ഉണ്ട്. പക്ഷേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളും പുതിയൊരു കാര്യങ്ങൾ. കാരണം ഈ വ്യക്തിയുടെ കൂടെ ചില ആളുകൾ ഈ വ്യക്തിയുടെ കൂടെ പുതിയ ജീവിതം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പോൾ എന്താ പറയുക, ഒരു ഡൈവോഴ്സ് കേസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അനുകൂലമായിട്ട് വിധി വരണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള പരിപാടിയും അവർക്കറിയാം. അവർ ചിന്തിക്കുന്നത് അവർക്ക് അനുകൂലമായിട്ട് നിങ്ങൾ നിൽക്കണമെന്നാണ്, നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കണമെന്നാണ്. അതാണ് അങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ കറന്റ് ഫീലിങ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.